ഹലോ ഫ്രണ്ട്സ്, ഇലക്ട്രോമാഗ്നറ്റിക്സിൻ്റെ പുതിയൊരു ലെക്ചറിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റവും സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റവും ഉള്ള റിലേഷൻഷിപ്പാണ് കണ്ടത്. ഈ ലെക്ചറിൽ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റവും സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റവും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് കാണുന്നത്. നമുക്ക് ഈ സബ്ജക്റ്റിൽ പല സിറ്റുവേഷൻസിൽ ഇതുപോലെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ സ്പെറിക്കലിലേക്ക് മാറ്റാനും അതുപോലെ സ്പെറിക്കലിനെ തിരിച്ച് കാർട്ടീഷ്യനിലേക്ക് മാറ്റേണ്ടിയൊക്കെ ആവശ്യം വരും. സോ അങ്ങനെയുള്ള സമയങ്ങളിലാണ് ഈ റിലേഷൻഷിപ്പ് നമുക്ക് യൂസ്ഫുൾ ആവുക. സോ നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൽ പോയിന്റ് കൺസിഡർ ചെയ്യാണ്, പോയിന്റ് പി. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോർഡിനേറ്റ് സിസ്റ്റംസിനെ എല്ലാം ഇക്വേറ്റ് ചെയ്യാനാണ് പോകുന്നത്. സോ ഇവിടെ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത പോലെ തന്നെ ആദ്യം നമ്മൾ XYZ ടേംസുകൾ കാണുന്നു. നമുക്കറിയാം ദിസ് വിൽ ബി Y, ദിസ് വിൽ ബി X ആൻഡ് ദിസ് വിൽ ബി Z. ഓക്കെ, സോ ഇതിനെ നമ്മൾ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആയിരുന്നെങ്കിൽ എങ്ങനെയായിരുന്നു? ദിസ് വിൽ ബി റോ അല്ലേ. അതുപോലെ തന്നെ ദിസ് ആംഗിൾ വിൽ ബി ഫൈ. ഫൈ എന്ന് പറയുന്നത് സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലുണ്ട്, അതുപോലെ തന്നെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിലുണ്ട്. ബോത്ത് ആർ സെയിം ഇൻ ദിസ് കേസ്. സോ അതുകൊണ്ട് നമ്മൾ ഫൈ ഇവിടെ കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ഹൈറ്റ് Z ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ആയിരുന്നെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് ഒറിജിനിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതായിരുന്നു R എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ Z ആക്സിസിൽ നിന്ന് ആ ഒരു ഡിസ്റ്റൻസിലേക്കുള്ള ആംഗിളിനെ നമ്മൾ എങ്ങനെയായിരുന്നു കണ്ടിരുന്നത്? ഇറ്റ് വാസ് തീറ്റ. ഓക്കെ, ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ഇതിനു മുമ്പ് കണ്ടിരുന്നത്. സോ ഇനി നമ്മൾ ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഇവിടെ കാണുന്നത്. സോ കഴിഞ്ഞ ലെക്ചറിൽ ചെയ്ത പോലെ തന്നെ നമുക്ക് ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് ഡിഫറെൻറ്റ് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കാം. സോ ഇതിൽ ഫസ്റ്റ് ചെയ്യുന്നത് നമ്മൾ ഈ വൈയുടെ വാല്യൂ കാണുകയാണ്. ദാറ്റ് ഇസ് ദിസ് വാല്യൂ. നമുക്കറിയാം ദിസ് ഇസ് വൈ, ദിസ് ഈസ് ഓൾസോ വൈ. സോ ഈ വൈനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കാണാൻ പോകുന്നത്. സോ ഇവിടുത്തെ കേസിൽ വൈ എന്ന് പറയുന്നത് എന്താണ്? റോ സൈൻ ഫൈ ആണ്. ഇതെങ്ങനെയാണ് കിട്ടിയെന്ന് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ കണ്ടിരുന്നു. അതുപോലെ തന്നെ എക്സിൻ്റെ കേസിൽ നമുക്ക് എങ്ങനെ കിട്ടും? റോ കോസ് ഫൈ എന്ന് കിട്ടും. ഈ ഒരു പെർട്ടിക്കുലർ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് y ഈസ് ഈക്വൽ ടു റോ സൈൻ ഫൈ എന്നും എക്സ് ഈസ് ഈക്വൽ ടു റോ കോസ് ഫൈ എന്നും നമുക്ക് കിട്ടും. ഇതെങ്ങനെയാണ് കിട്ടുന്നത് എന്നുള്ളത് കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി നെക്സ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ട്രയാങ്കിൾ ആണ്. ഈ ഒരു റൈറ്റ് ട്രയാങ്കിൾ നമുക്കറിയാം ദിസ് വിൽ ബി 90 ഡിഗ്രി, ദിസ് വിൽ ബി തീറ്റ. സോ ഈ ഒരു റൈറ്റ് ട്രയാങ്കിളിനകത്ത് നിന്ന് നമുക്ക് സൈൻ തീറ്റ എന്നുള്ള വാല്യൂ എടുക്കുകയാണെങ്കിൽ എന്താ വരിക? സൈൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. വാട്ട് ഈസ് ദിസ്? ദിസ് ഇസ് റോ അല്ലേ. സോ റോ ഡിവൈഡഡ് ബൈ ആർ എന്നാണ് നമുക്ക് സൈൻ തീറ്റ കിട്ടുക. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? റോ ഇസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ എന്ന് നമുക്ക് കിട്ടും. ഇനി ഈ സെയിം ട്രയാങ്കിളിൽ നമ്മൾ കോസ് തീറ്റ എടുക്കുകയാണെങ്കിലോ? കോസ് തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്ജസെൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ് വരുന്നത്. സോ അഡ്ജസെൻറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ദിസ് ഇസ് Z ഡിവൈഡഡ് ബൈ ആർ എന്നാണ് നമുക്ക് വരിക. അതിൽ നമുക്ക് എന്ത് കിട്ടും? Z ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്ന് കിട്ടും. സോ ഇതുപോലെ ഡിഫറെൻറ്റ് റിലേഷൻഷിപ്സ് നമുക്ക് ഈ ട്രയാങ്കിൾസ് നിന്നൊക്കെ ഉണ്ടാക്കാൻ പറ്റും. സോ ഈ ഒരു റിലേഷൻഷിപ്സ് ഒക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് നമുക്ക് ആദ്യം ഇവിടെ ആറിനെ നമുക്ക് ഇതുപോലെ റെപ്രസെൻറ്റ് ചെയ്യാം, വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എസ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. നെക്സ്റ്റ്, സോ ഇവിടെ തീറ്റയ്ക്ക് നമുക്ക് ടാൻ ഇൻവേഴ്സ് ഓഫ് ദിസ് ടേം ആണ് നമുക്ക് വരുന്നത്. നമുക്ക് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ടാൻ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസെൻറ്റ് സൈഡ് ആണ് അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ദിസ് വൺ എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് ഡിവൈഡഡ് ബൈ സെഡ് എന്ന് പറയുന്നത് ദിസ് ഇസ് Z. സോ തീറ്റ ഇൻ ടേംസ് ഓഫ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് ഇതുപോലെ എഴുതാം. ആൻഡ് സിമിലർലി ടാൻ ഫൈ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഈ ഒരു ട്രയാങ്കിളിൽ ടാൻ ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? y ഡിവൈഡഡ് ബൈ എക്സ് ആണ്. സോ ഫൈ ഈസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് y ബൈ എക്സ് എന്ന് നമുക്ക് എഴുതാം. സോ ഈ ഒരു റെപ്രസെൻറ്റേഷൻ ആണ് വി ആർ റെപ്രസെൻറ്റിംഗ് ആർ തീറ്റ ആൻഡ് ഫൈ ഇൻ ടേംസ് ഓഫ് എക്സ് വൈ ആൻഡ് ഇസെഡ്. സിമിലർലി നമ്മൾ തിരിച്ച് റെപ്രസെൻറ്റ് ചെയ്യാണ്, ദാറ്റ് ഈസ് എക്സ് വൈ സെഡ് ഇൻ ടേംസ് ഓഫ് ആർ തീറ്റ ആൻഡ് ഫൈ ആണെങ്കിൽ നമുക്ക് എങ്ങനെ വരും? ഫസ്റ്റ് എക്സിനെ നമുക്ക് ആർ സൈൻ തീറ്റ കോസ് ഫൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വൈനെ നമുക്ക് ആർ സൈൻ തീറ്റ സൈൻ ഫൈ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് Z ഇസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഈ റിലേഷൻഷിപ്പ് നമുക്ക് ഈ സെയിം ട്രയാങ്കിൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അത് നിങ്ങളൊന്ന് സ്വന്തം ചെയ്ത് നോക്കുക. ഇതിലുള്ള ഡിഫറെൻറ്റ് ട്രയാങ്കിൾസ് കൺസിഡർ ചെയ്തിട്ട് എന്നിട്ട് ഈ വാല്യൂസ് കിട്ടുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, സോ ദിസ് ഈസ് എ സെക്കൻഡ് റിലേഷൻഷിപ്പ്. സോ ഈ റിലേഷൻഷിപ്സ് നമുക്ക് പല സ്ഥലങ്ങളിലായിട്ട് ആവശ്യം വരും.
അതുപോലെ തന്നെ ദർ ആർ സം അതർ റിലേഷൻഷിപ്സ്. നമ്മളുടെ യൂണിറ്റ് വെക്ടേഴ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ വി ക്യാൻ റെപ്രസെൻറ്റ് വിത്ത് ദിസ് ആൻഡ് ദിസ് ഇക്വേഷൻ. ഈ ഇക്വേഷൻസും നമ്മൾ പല സ്ഥലങ്ങളിൽ യൂസ് ചെയ്യാറുണ്ട്. ആ ഒരു കൺവേർഷൻ എന്താണെന്ന് അറിയാനുള്ള ഒരു റിലേഷൻഷിപ്പാണ് ഇത്. അതുപോലെ തന്നെ നമ്മളുടെ വെക്ടർ റെപ്രസെൻറ്റേഷൻ്റെ റിലേഷൻഷിപ്പും നമുക്ക് ഇതുപോലെ ചെയ്യാം. ഇത് രണ്ടും സെയിം ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ അറിയാം ആർ തീറ്റ ഫൈ ടേംസ് ആണ്. ഇതിൽ സൈൻ തീറ്റ കോസ് ഫൈ ആൻഡ് സൈൻ തീറ്റ സൈൻ ഫൈ ആണ്. ഇവിടെ നിങ്ങൾ നോക്കിയാൽ കാണാം സൈൻ തീറ്റ കോസ് ഫൈ ആൻഡ് സൈൻ തീറ്റ സൈൻ ഫൈ, ദെൻ കോസ് തീറ്റ കോസ് തീറ്റ. ഇത് രണ്ടും സിമിലർ ആണ്. ഈ സെയിം റിലേഷൻഷിപ്പ് തന്നെയാണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുക. സോ വെക്ടർ റിലേഷൻഷിപ്പിനെ നമുക്ക് ഈ രീതിയിലും റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇത്രയാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റവും സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റവും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.